യെസ്, പ്രഭാതകാലത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ LDF യോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ ഫോക്കസായി മാറുന്നത്. നമുക്ക് വിശദമായി നോക്കാം. മന്ത്രിസഭയിലെ മാറ്റം തീരുമാനിക്കാൻ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുകയാണ്. മുന്നണി ധാരണയനുസരിച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജുവും തുറമുഖ മന്ത്രി അഹമ്മദ് ദേവർകോവിലും ഉടൻ രാജിവെക്കും. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിസഭയിലെത്തും. 29 വൈകിട്ട് 4:30 സത്യപ്രതിജ്ഞ. 2.5 വർഷത്തിനു ശേഷം 2 മന്ത്രിമാർ മാറുമെന്ന മുന്നണി ധാരണ പാലിക്കാൻ നേരത്തെ ഇടതുമുന്നണി തീരുമാനിച്ചതാണ്. അതിന്റെ ഭാഗമായാണ് 2 മന്ത്രിമാരുടെ രാജി ഉടൻ ഉണ്ടാകുക. ഇന്ന് ചേർന്ന മുന്നണി യോഗം മന്ത്രിമാരുടെ രാജിയും സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് 29 തന്നെ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കും. KB ഗണേഷ് കുമാർ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിലെത്തും. ആന്റണി രാജുവിന് പകരക്കാരനായാണ് KB ഗണേഷ് കുമാർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഗതാഗത വകുപ്പ് തന്നെ KB ഗണേഷ് കുമാർ ലഭിച്ചേക്കും. ഗണേഷ് കുമാർ നേരത്തെ KSRTC അടക്കമുള്ള ഗതാഗത വകുപ്പിന്റെ മന്ത്രിയായി ഭരണപരിചയമുള്ളയാളാണ്. മറ്റു വകുപ്പ് ഏതെങ്കിലും വകുപ്പ് വേണമെന്ന ആഗ്രഹം KB ഗണേഷ് കുമാർ ഉണ്ടെങ്കിലും തൽക്കാലം മുന്നണി നേതൃത്വം അതിന് വഴങ്ങാൻ ഇടയില്ല. KB ഗണേഷ് കുമാറും കേരള കോൺഗ്രസ് ബിയും പുതിയൊരു വകുപ്പിനായി സമ്മർദ്ദം ചെലുത്താനും സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ KB ഗണേഷ് കുമാർ വീണ്ടും സംസ്ഥാനത്തിന്റെ ഗതാഗത മന്ത്രിയാകും. രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്ന മറ്റൊരു പുതുമുഖം. അദ്ദേഹം കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലും അംഗമായിരുന്നു. അദ്ദേഹം നേരത്തെ ഭരിച്ചിരുന്ന തുറമുഖ പുരാവസ്തു വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കും. അഹമ്മദ് ദേവർകോവിലിന്റെ പകരക്കാരനായാണ് കോൺഗ്രസ് എസിന്റെ പ്രതിനിധിയായി രാമചന്ദ്രൻ കടന്നപ്പള്ളി പിണറായി മന്ത്രിസഭയിലേക്ക് വീണ്ടും എത്തുക. 2.5 വർഷത്തെ സമയപരിധി 1 മാസത്തിലേറെ നീണ്ടുകിട്ടി നവകേരള സദസ് നടന്നതുകൊണ്ട് തന്നെ അതായത് വൈകാതെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. 29 സത്യപ്രതിജ്ഞ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ ഒക്കെ മന്ത്രിമാർ പഴയ 2 മന്ത്രിമാർ രാജിവെക്കാനും സാധ്യതയുണ്ട്. നവകേരള യാത്രയുടെ സദസ്സിൻ്റെ ഒരു വിലയിരുത്തൽ ഇന്നത്തെ യോഗത്തിലുണ്ടാകും. പ്രാഥമിക വിലയിരുത്തലാകും. നവകേരള സദസ്സ് വലിയ വിജയമായെന്ന് മുന്നണി നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ വിലയിരുത്തലുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും മുന്നണി യോഗം തീരുമാനിക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണം സംഘടനാ സംവിധാനങ്ങളെ മുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങളെ ഇടക്കി മറിച്ച പ്രചരണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനം കൂടുതൽ സജീവമായതായി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ സഹായിച്ചെന്നും ഇടതുമുന്നണി നേതൃത്വം വിലയിരുത്തുന്നു. ഏതായാലും വളരെ നിർണായകമായ നേതൃയോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നത്. യെസതാണ് അരുൺ സൂചിപ്പിച്ച പോലെ വളരെ നിർണായകമായ നേതൃയോഗം തലസ്ഥാനത്ത് ചേരുന്നു. 2.5 വർഷം പൂർത്തിയായ 2 മന്ത്രിമാർ മാറി പകരം 2 മന്ത്രിമാർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുകയാണ്. 2.5 വർഷം ഈ നവംബർ ആദ്യം പൂർത്തിയതാണെങ്കിൽ കൂടിയും തന്നോടൊപ്പം ഇത്രയും നാളും ഉണ്ടായിരുന്ന മന്ത്രിമാർ നവകേരള സദസ്സിന്റെയും ഭാഗമാകട്ടെ എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നു ഇത്രയും നാളും ഈ മന്ത്രിസഭ അല്ലെങ്കിൽ 2 മന്ത്രിമാർ സഭയിലേക്ക് എത്താൻ വൈകിയതിന് കാരണമായി മാറി. എന്നാലും ഇന്ന് ആ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് പ്രതീക്ഷിക്കാം. ലോക്സഭ